നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇണയായി സ്വീകരിക്കുന്ന ഭർത്താവാകട്ടെ ഭാര്യ ആകട്ടെ നമ്മുടെ കണ്ണിലാണ് സൗന്ദര്യം വേണ്ടത്. അവർക്കൊക്കെ നമ്മുടെ കണ്ണിൽ വേണം സൗന്ദര്യം തോന്നിക്കേണ്ടത്. ചിലരുണ്ട് കല്യാണമൊക്കെ കഴിച്ചിട്ട് കൂട്ടുകാർ പറയുമ്പോൾ എൻ്റെ പെണ്ണിന് ഇത്ര സൗന്ദര്യമില്ല, ജന്തു നോക്കിയിട്ടാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വരികയും പിന്നെ ത്വലാഖിൻ്റെ വക്കിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കഥകളും ഉണ്ട്. അത് സൗന്ദര്യം എന്നുള്ളത് അവൻ്റെ കണ്ണിൽ വേണം. കാരണം മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ പേരിൽ എന്താക്കാൻ പാടില്ല, കെട്ടാനും പാടില്ല, സൗന്ദര്യം ഇതാക്കാൻ പാടില്ല. അപ്പോൾ കല്യാണത്തിന് മുമ്പേ എന്ത് നോക്കണം? ഓന് കല്യാണം കഴിക്കണം മുന്നേ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഓൻ നോക്കണം സൗന്ദര്യം. ഓൻ്റെ കണ്ണിന് ഇഷ്ടപ്പെട്ടത്, കണ്ണിന് കുളിർമയേക്കുന്ന റാഹത്താണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സൗന്ദര്യം കൊണ്ട് എന്താക്കും, നമ്മുടെ ഒരു കറണ്ട് അടിച്ചതുപോലെ ഹൃദയത്തിൽ ഒരു കൊള്ളിമീ ഇങ്ങനെ പൊള്ളും. ഏത് ചില ആളുകളെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുഫൂക്കൽ അങ്ങനെ നോക്കാണ്ട് നമ്മൾ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ പെണ്ണ് കാണൽ സുന്നത്താണ്. അപ്പോൾ കാണാൻ പോയ അപ്പം തന്നെ പുരുഷൻ പെണ്ണിനെ കാണുന്ന സമയത്ത് ഇസ്മിൻ ജലീൽ അവതും ജലീലിനെ കയറി കണ്ട ഉടനെ തന്നെ അവൻ്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നും, ഒരു വൈബ്രേഷൻ അടിക്കും. അങ്ങനെ വൈബ്രേഷൻ അടിച്ച് ഉറപ്പിച്ചോളി, അത് ഓനക്കുള്ളതാണ്. നിങ്ങൾ രണ്ടാളും കുഫോക്കും റാഹത്താണ്. നേരെ മറിച്ച് വൈബ്രേഷൻ ഒന്നുമില്ല, കണ്ണിന് ഇതാവുന്നില്ല, ഒരു ഇതവും ഇല്ല, പെട്ടെന്ന് നമ്മൾ ഹൃദയത്തിൽ ആദ്യം തന്നെ വരികയാണ്. ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരും പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോളി, നിങ്ങളെ പെണ്ണ് കാണാൻ വരുന്ന പുരുഷൻ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന പെണ്ണ് അവളെ കണ്ട ഉടനെ നിങ്ങളെ ഹൃദയത്തിൽ ഒരെന്താക്കും, ഒന്നുകിൽ കൊള്ളിയാൻ മിന്നിയിട്ട് അവർക്ക് റാഹത്താണെന്ന് ഹൃദയം പറയും. ഫസ്റ്റ് തന്നെ ഹൃദയം പറയും. അത് നിങ്ങൾ ഉറപ്പിച്ചോളി. അത് നീയത്ത് വെച്ച് പോകണട്ടോ. നീയത്ത് വെക്കാതെ ഔദും ബിസ്മിൻ ചൊല്ലാതെ ഫാത്തിയോതി മാന്മാരിൽ ഫാത്തിയോതിയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പെണ്ണ് കണ്ട ഉടനെ തന്നെ ആ പുരുഷന്റെ ഹൃദയത്തിൽ വരും, എനിക്ക് റെഡിയാകും അല്ലെങ്കിൽ എനിക്ക് റെഡിയാകൂല, എനിക്ക് വേണ്ട എന്ന് തോന്നി. പിന്നെ ആ കുടുംബക്കാരെ വാക്ക് കേട്ടിട്ട് ഇത്ര സൗന്ദര്യം ഉണ്ടല്ലോ, മറ്റേ കുടുംബമാണ്, മറ്റേ ആന കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കെട്ടാൻ നിൽക്കരുത്. നിങ്ങളെ ഹൃദയം എന്താണോ ആദ്യം പറഞ്ഞത് അത് നിങ്ങൾ കേട്ടോളൂ. കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ അവസാനം ആ ജീവനാന്തം നിങ്ങൾ കേരിക്കേണ്ടി വരും. അതാ പറഞ്ഞേ അങ്ങനെ പരസ്പരം കേട്ടിട്ട് എന്താ കരുത്, പിന്നെ അതിന് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ശ്രദ്ധിക്കുക. കല്യാണത്തിന് മുമ്പ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താക്കണ്ട, പിന്നെ വേറെ ആളെ കഴിഞ്ഞ ശേഷം അഭിപ്രായം കേൾക്കാൻ നിൽക്കണ്ട. അത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും.